ജനാധിപത്യത്തിൽ ജനത്തിൻ്റെ നിതാന്ത ജാഗ്രത, അതാണ് ജനാധിപത്യത്തിൻ്റെ വിജയം. അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ രണ്ടാമതൊരു വലിയൊരു തത്വമായിട്ട് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്, ജനാധിപത്യത്തിൽ വിഗ്രഹങ്ങളുണ്ടാകാൻ പാടില്ല. വിഗ്രഹങ്ങളുണ്ടായാൽ അതോടെ ജനാധിപത്യം തകരും. അതായത് ഈ സമയത്ത് വോട്ട് ചെയ്യുന്നവരും ആർക്കാണ് വോട്ട് ചെയ്യപ്പെടേണ്ടവരും അവരെല്ലാവരും തുല്യരാണ്. ഇങ്ങനെ തുല്യരായിരിക്കുന്ന അവിടെ നിന്നാണ് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് പോകുന്നയാൾ തനിക്ക് വോട്ട് ചെയ്യാത്തവരുടെയും പ്രതിനിധിയാണ്. ഒരിക്കൽ വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പാർട്ടിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും മതത്തെയോ ജാതിയോ ഒന്നുമല്ല. പ്രത്യേക അവിടെയുള്ള ആ ജനസമൂഹത്തെയാണ്. ഈ ജനസമൂഹത്തിന് വേണ്ടിയിട്ട് തങ്ങൾ ഓരോരുത്തരും അവരവരുടെ മണ്ഡലത്തിൽ എന്താണ് ആവശ്യമുള്ളത് എന്ന് ജനങ്ങളുമായിട്ട് നിരന്തരം സംവദിക്കുകയും അത് നിയമസഭയിൽ പോയി അവതരിപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള സാങ്കേതികമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിവിധ ഓഫീസുകൾ കയറി ഇറങ്ങി അതെല്ലാം ചെയ്യിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല, തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ മണ്ഡലത്തിന് വേണ്ടിയാണ്. അങ്ങനെ എല്ലാ പ്രതിനിധികളും പരിശ്രമിച്ച് കഴിയുമ്പോൾ എല്ലാ മണ്ഡലങ്ങളും വികസിക്കും. അത് ഏത് പാർട്ടിയുടെ എന്നല്ല, ഗവൺമെൻറ്റിലുള്ളതും അല്ലാത്തതുമായ പാർട്ടികളുടെ പ്രതിനിധികളുണ്ടാകും. സ്വാഭാവികമായിട്ട് അവരെല്ലാവരും ഒത്തൊരുമിച്ച് നാടിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്.